കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് എല്ലാ യൂണിവേഴ്സിറ്റികളോടും UGC ഡിസ്റ്റൻസായി നൽകുന്ന സൈക്കോളജി കോഴ്സുകൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് സന്ദേശമെത്തിയത്. എന്നാൽ ആ സമയത്തും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി അതുപോലെ തന്നെ PG ഡിസ്റ്റൻസ് സൈക്കോളജി കോഴ്സുകളൊക്കെ നൽകിയിരുന്നു. ഈ വർഷവും ജനുവരി സൈക്കിളിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സൈക്കോളജി കോഴ്സുകളെല്ലാം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഇഗ്നോയുടെ എല്ലാ റീജിയണൽ സെൻറ്ററുകളിലേക്കും ഔദ്യോഗിക സന്ദേശം എത്തിയത്. ഇത് പ്രകാരം ഇനി മുതൽ ഇഗ്നോയിലടക്കം ഒരു യൂണിവേഴ്സിറ്റിയിലും ഡിസ്റ്റൻസായി സൈക്കോളജി കോഴ്സുകളൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്നതാണ് നിലവിലുള്ള അവസ്ഥ. പക്ഷേ മുൻ വർഷങ്ങളിൽ ഇഗ്നോയിലും അതുപോലെ തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളിലൊക്കെ അഡ്മിഷൻ എടുത്തവർക്ക് അത് തുടർന്നു പോകാനുള്ള അവസരവും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഇനി സൈക്കോളജി കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ റെഗുലർ മോഡിലോ ഹൈബ്രിഡ് മോഡിലോ ചെയ്യുകയായിരിക്കും നല്ലത്. നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന 2021 ആക്ടിൻ്റെ പ്രകാരമാണ് ഈ ഒരു നിയമം ബാധകമായത്. ഇത് ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വിഭാഗത്തിൽ പെടുന്നതായതുകൊണ്ടാണ് ഈ കോഴ്സുകളൊക്കെ ODL രൂപത്തിൽ കോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിർത്തലാക്കിയിട്ടുള്ളത്. പക്ഷേ അതേസമയം സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കോഴ്സുകളും ഇന്ന് അവൈലബിൾ ആണ്. ആ കോഴ്സുകൾക്ക് യഥാർത്ഥത്തിൽ UGCയുടെ അംഗീകാരം ആവശ്യമില്ല, RCയുടെ അംഗീകാരം ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ കോഴ്സുകൾ ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. പക്ഷെ അതേസമയം UGCയുടെ അംഗീകാരം ജോലി ചെയ്യേണ്ട സ്ഥലത്ത് ആവശ്യമായി വരുന്ന കോഴ്സുകളൊന്നും തന്നെ ഇനി മുതൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ പരിഗണിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ അതേസമയം ഡിസ്റ്റൻസായി ചെയ്യുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സ്കിൽ അപ്ലിഫ്റ്റിങ്ങിന് വേണ്ടി ഏത് തരത്തിലുള്ള കോഴ്സുകളും ചെയ്യുന്നത് കൊണ്ട് യാതൊരുവിധ വിരോധവുമില്ല. നിങ്ങൾക്ക് സൈക്കോളജി കോഴ്സുകൾ ക്ലിനിക്കലായി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ RCയുടെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് വേണമെന്നാണ് പുതിയ നിയമങ്ങളൊക്കെ പറയുന്നത്. ഇഗ്നോയിൽ ഈ വർഷം നിർത്തിയത് 4 കോഴ്സുകളാണ്. BA സൈക്കോളജി ഇൻ ഹോണേഴ്സ്, MA സൈക്കോളജി, അതുപോലെ തന്നെ PG ഡിപ്ലോമ ഇൻ മെൻ്റൽ ഹെൽത്ത് എന്നീ 4 കോഴ്സുകളാണ് ഈ വർഷം ഇഗ്നോ നിർത്തലാക്കിയത്.